നമസ്കാരം. കേരളത്തിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് പുറത്തു വരുന്നത്. അഴിമതി മുക്ത കേരളം, അതിനുള്ള തയ്യാറെടുപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നരേന്ദ്രമോദിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇടപെടൽ കേരളത്തിൻ്റെ അഴിമതി മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത്. കേരളത്തിൽ ഈ കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടുന്ന അവരെല്ലാവരും ഇവിടെ എത്തിച്ചേരുക എന്നുള്ള ചില സൂചനകൾ തന്നെയാണ് അതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്തും എപ്പോഴും നടക്കാമെന്നുള്ള ഒരു അഭ്യൂഹം ശക്തമാകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി വളരെ അതിശക്തമായി പ്രതികരിക്കുന്നത് ഇനിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം മുൻപ് തന്നെ ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ബാങ്കിലെ നടപടികളിൽ വളരെ കൃത്യമായ ഇടപെടൽ ഉറപ്പു നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടന്നു ചിന്തിക്കുന്നു, മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അജണ്ട എന്താണ് എന്ന് തെളിഞ്ഞു വരികയാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും കൂടാതെ സ്വർണ്ണക്കടത്തും ഇതൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് മോദി നേതാക്കൾക്കെതിരെ, അതായത് CPMൻ്റെ നേതാക്കൾക്കെതിരെ ആഞ്ഞടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് നരേന്ദ്രമോദി പറയുന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നതരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നു. കേരളത്തിലെ BJP ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് മോദി ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നതും ഇനി നടത്താൻ പോകുന്നതും. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി ലക്ഷ്യമിടുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കരുവന്നൂരിൽ CPMനെയും ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണവും ഇതിനകത്ത് പെടും എന്നാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും AKG സെൻറ്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സർക്കാരിൻ്റെ റഡാറിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് എപ്പോൾ വേണമെങ്കിലും ഈ കേസുകളെല്ലാം കേന്ദ്ര ഏജൻസി എന്ന് പറയപ്പെടുന്ന പൊടിതട്ടി എടുത്ത് അറസ്റ്റ് എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരസ്പരം അഴിമതികൾ മറച്ചുവെക്കുന്നതിനായാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം സംശയമില്ല എന്നും സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി നേരിട്ട് തന്നെ ബന്ധമുണ്ട് എന്നും രാജ്യത്തിന് മുഴുവൻ അത് ബോധ്യപ്പെട്ടതാണെന്നും മോദി പറയുന്നുണ്ട്. അതുപോലെയാണ് ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന തട്ടിപ്പിൽ ഉന്നതരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ് മോദി സൂചിപ്പിക്കുന്നത്. പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിലേക്കാണ് ഈ തട്ടിപ്പ് കലാശിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മോദി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച ആ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഉറപ്പ് എന്ന് പറയപ്പെടുന്നതാണ്. ഇവർക്കെതിരെ കർശനമായുള്ള നടപടിയെടുക്കും, നീതി നടപ്പിലാക്കിയെന്ന് ഉറപ്പ് വരുത്തുമെന്ന് തന്നെയാണ് മോദി പറയുന്നത്. കാരണം മോദി പറയുന്നവരെ ജയിലിലടയ്ക്കുക, അതിനപ്പുറമൊന്നുമില്ല. ED കണ്ടുകെട്ടിയുള്ള വസ്തുവകകളുണ്ടല്ലോ, ആ വസ്തുവകകൾ പാവപ്പെട്ടവർക്ക് നൽകുമെന്നുള്ള സൂചനയാണ് പലപ്പോഴും മുഖ്യമന്ത്രി അടക്കം നൽകിയിട്ടുള്ള, പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്നതാണ്. കരുവന്നൂർ ബാങ്കിൽ നിന്ന് ED കണ്ടുകെട്ടിയ തുകയുടെ യഥാർത്ഥ ഉടമകൾ സാധാരണക്കാരാണെങ്കിൽ അതവർക്ക് തിരിച്ചു ലഭിക്കുവാൻ നിയമസാധുത പരിശോധിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. പ്രധാനമന്ത്രി പാവപ്പെട്ടവർക്ക് കൃത്യമായി പണം തിരിച്ചു ലഭിച്ചിരിക്കും. കരുവന്നൂർ കോഓപ്പ് ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട അഴിമതിയിലും പ്രമുഖ CPM നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞു. സാധാരണക്കാരുടെ പണം കബളിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു CPMകാർ. അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അഴിമതിക്കാരെ, നിങ്ങൾ ഈ സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ചവരാണ്, ജനങ്ങളെ വഞ്ചിച്ചവരെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാദം. ED കണ്ടുകെട്ടിയിട്ടുള്ളതിൽ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണമുണ്ടെങ്കിൽ ആ പണം അതവർക്ക് കിട്ടുവാൻ അടുത്ത സർക്കാർ അധികാരത്തിലെത്തിയാലുടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മോദി തറപ്പിച്ചു പറയുന്നത്. അതായത് കേന്ദ്രത്തിൽ മോദിയുടെ സർക്കാർ ഉണ്ടായാൽ പാവങ്ങൾക്ക് രക്ഷപ്പെടാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സുശക്തമാണ് എൻ്റെ ബൂത്ത് എന്ന പരിപാടിയുടെ ഭാഗവുമായിട്ടാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഈ ഓഡിയോ സംവാദം ഉണ്ടായിരുന്നു. ആ ഓഡിയോ സംവാദം BJP അല്ലെങ്കിൽ പാർട്ടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ പ്രവർത്തകർ അവർ ധീരരാണ് എന്നും ത്യാഗികളാണ് എന്നും എന്തും നേരിടാൻ കെൽപ്പുള്ളവരാണ് എന്നും മോദി പറയുകയാണ്. അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് തന്നെ പ്രേരണയും പ്രചോദനവുമാകുന്ന ആൾക്കാരാണ് കേരളത്തിലെന്ന് പ്രധാനമന്ത്രി
BJP അണികളോട് പറയുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒപ്പം തന്നെ ജനങ്ങളുടെ പ്രതികരണങ്ങളെക്കുറിച്ചൊക്കെ നരേന്ദ്രമോദി അന്വേഷിക്കുന്നുണ്ട്, ചോദിച്ചറിയുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഏത് തരത്തിലുള്ള പ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. കേരളത്തിൽ പോരടിച്ചും കേരളത്തിന് പുറത്ത് ഒന്നിച്ചും പ്രവർത്തിക്കുന്ന ഇടത് വലത് മുന്നണികളെ, ആ ഇടത് വലത് മുന്നണികളെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുകൂടി അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇവരെ തിരിച്ചറിയുക എന്നുകൂടി മനസ്സിലാക്കുകയാണ്. സ്വർണ്ണക്കടത്ത് എന്ന് പറയപ്പെടുന്നത് എത്തുമ്പോൾ അത് സെക്രട്ടേറിയറ്റിലേക്ക് എത്തപ്പെടുന്നു. കരുവന്നൂർ എന്ന് പറയപ്പെടുന്നത് എത്തുമ്പോൾ അത് AKG സെൻറ്ററിലേക്ക് എത്തപ്പെടുന്നു. എക്സാലോജിക് എന്ന് പറയപ്പെടുന്നത് എത്തപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് എത്തപ്പെടുന്നു. സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ്. കരുവന്നൂരിൽ CPM-നെയും ആ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും പ്രതിക്കൂട്ടിലാക്കുകയാണ് പ്രധാനമന്ത്രി ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. മോദി നൽകിയത് കേരളത്തിലേക്ക് ഇരച്ചു കയറുവാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഒരു ഗ്രീൻ സിഗ്നലാണോ എന്നുള്ളൊരു ചോദ്യം ഇന്നും ഓരോ മലയാളിയുടെ മനസ്സിലുമുണ്ട്. കാരണം കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കം കരുവന്നൂർ വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിലാണെങ്കിലും ഏത് വിഷയം, കരുവന്നൂരിലെ ഈ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട്, സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ടിട്ട്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മേഖലകളിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണക്കടത്തെത്തുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പോകേണ്ടി വരുന്ന ഒരിടമാണതെന്ന് പറയേണ്ടി വരും. മറ്റൊന്ന് എന്ന് പറയപ്പെടുന്നത് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിലേക്ക് എത്തപ്പെടുമ്പോൾ അത് പിണറായിയുടെ കുടുംബത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഇതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചെന്നെത്തപ്പെടുന്നത് ഈ CPM-ൻ്റെ നേതാക്കളുടെ താവളങ്ങളിലേക്കാണ്, AKG സെൻറ്ററിലേക്കാണ്. അങ്ങനെ AKG സെൻറ്ററും CPM ഭരിക്കുന്ന സെക്രട്ടേറിയറ്റും കൂടാതെ പിണറായി വിജയൻ വാണരുളുന്ന ക്ലിഫ് ഹൗസും അദ്ദേഹത്തിൻ്റെ കുടുംബം വാണരുളുന്ന കുടുംബ വീടുകളും അടക്കമുള്ളവ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ണിലേക്ക് എത്തപ്പെടുന്നു, അവരുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് എത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അടുത്ത സർക്കാർ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ കരുവന്നൂർ വിഷയത്തിൽ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, അതിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും പണം തിരികെ ലഭിച്ചിരിക്കും. അത് അടുത്ത നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന നടപടികളിൽ ഒന്നാണ് എന്നുള്ള ഗ്യാരണ്ടിയാണ് മോദി നൽകുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം, അതിൽ കുറവൊന്നുമില്ല. മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മാസപ്പടി വിവാദമാണെങ്കിലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയമാണെങ്കിലും ഒക്കെ അത് CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ചങ്കിടിപ്പ് കൂടുകയാണ് പിണറായിയുടെയും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെയും. കാരണം പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുന്ന ഒരു കേസുകളിലേക്ക് ഈ കേസുകളെല്ലാം, ഈ അഴിമതി കേസുകളെല്ലാം എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചന. വരും സർക്കാർ 2024 കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ നരേന്ദ്രമോദി നൽകുന്ന ഉറപ്പ് ഇവിടെ പണം നഷ്ടപ്പെട്ടിട്ടുള്ള പാവപ്പെട്ടവർക്ക് കൃത്യമായി അവരുടെ പണം തിരികെ ലഭിക്കും. മാത്രമല്ല അഴിക്കുള്ളിലാകേണ്ടവരാരാണോ, എത്ര ശക്തനാണെങ്കിലും അവർ കൃത്യമായി ജയിലറകൾക്കുള്ളിലേക്ക് പോവുകയും ചെയ്യും. മാത്രമല്ല സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ നീതി നടപ്പാക്കുമെന്നുകൂടിയുള്ള ഉറപ്പ് മോദി നൽകുന്നുണ്ട്. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്.